എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി വിജേഷ്. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ സെക്കൻഡ് ഡേ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് വീക്കിലെ പ്ലാനിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എത്ര വെള്ളം കുടിക്കണം, അതെങ്ങനെ കുടിക്കണം എന്നുള്ളതിനെ കുറിച്ച്. 25 കിലോ ശരീരഭാരത്തിന് 1 ലിറ്റർ എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 72 കിലോ ഉള്ള ഞാൻ ഏകദേശം 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതെങ്ങനെ കുടിക്കണം എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് ജാപ്പനീസ് വാട്ടർ തെറാപ്പി. നമ്മൾ നമ്മുടെ 3rd ഡേ ഓഫ് ഡയറ്റിംഗ് മുതൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു ജാപ്പനീസ് വാട്ടർ തെറാപ്പി. ഇനി എന്താണ് ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി? ജപ്പാൻകാർ അവരുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ഒരു ട്രഡീഷണൽ പ്രാക്ടീസ് ആണ് ഈ ഒരു ജാപ്പനീസ് വാട്ടർ തെറാപ്പി. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഡൈജഷനും മെറ്റബോളിസം ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യാനും പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാനും അതേപോലെ സ്കിന്നിന് ഗ്ലോ കിട്ടാനും ഈ കോണ്ടെക്സ്റ്റിൽ പറയുവാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു തെറാപ്പി കൂടിയാണ്. ഇതിൽ പ്രധാനമായിട്ട് 3 റൂളുകളാണ് ഉള്ളത്. റൂൾ നമ്പർ 1, നമ്മൾ രാവിലെ എഴുന്നേറ്റ ശേഷം പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏകദേശം 600 മുതൽ 800 ml വരെ തിളപ്പിച്ചാറിയ വെള്ളം അഥവാ ചെറു ചൂടോടെയുള്ള വെള്ളം കുടിക്കേണ്ടതാണ്. ഇത് അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആണ്. 600 to 800 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു 1 ലിറ്ററിനടുത്ത് വെള്ളം വരുന്നുണ്ട്. പക്ഷെ നമ്മളത് ഒരുമിച്ച് കുടിക്കേണ്ട, പകരം സിപ്പ് ബൈ സിപ്പായിട്ട് പതിയെ പതിയെ കുടിച്ചു തീർത്താൽ മതി. ഒരുമിച്ച് കുടിച്ചു തീർക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. മിക്കവാറും നമുക്ക് വോമിറ്റിംഗ് പോലെയുള്ള സെൻസേഷൻസ് വരും. അത് ഒഴിവാക്കിയിട്ട് പതിയെ പതിയെ കുറച്ച് സമയം എടുത്തിട്ട് കുടിച്ചു തീർക്കുക. ഇനി ഒട്ടും വെള്ളം രാവിലെ കുടിച്ച് ശീലമില്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യത്തെ ദിവസം 1 കപ്പ് വെള്ളം മാത്രം എടുത്താൽ മതിയായിരിക്കും. പിന്നീട് ഡേ ബൈ ഡേ അത് 2 കപ്പാക്കി പതിയെ 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 കൂട്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പിയിലേക്ക് എത്തിയാൽ മതി. അടുത്തത് റൂൾ നമ്പർ 2, വെള്ളം കുടിച്ച് 45 മിനിറ്റിന് ശേഷം മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാനോ ചായ പോലുള്ള പാനീയങ്ങൾ കുടിക്കാനോ സാധിക്കുള്ളൂ. റൂൾ നമ്പർ 3, നമ്മളെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിന്റെ കൂടെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല. പകരം ഈ ഒരു ഭക്ഷണം കഴിച്ച ശേഷം 2 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഇനി അതിനിടയ്ക്ക് നമുക്ക് ദാഹിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം നമുക്ക് സിപ്പായിട്ട് കഴിക്കാം. അല്ലാതെ ഒരുമിച്ച് ഒരു ഗ്ലാസ് വെള്ളമോ അങ്ങനെ നമുക്ക് കുടിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 മണിക്കൂർ എന്നുള്ളത് പീക്കായിട്ടുള്ള ഡൈജഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഡൈല്യൂട്ട് ആവുന്നതിന് കാരണമാകും. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നത്. ഇത് ശരിക്കും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു തെറാപ്പി കൂടിയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് എത്രയാണോ അത്ര തന്നെ കുടിച്ചാൽ മതി. പക്ഷെ അതിന്റെ ടൈമിങ്ങിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. സാധാരണയായിട്ട് ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഇതിന്റെ കൂടെ കുടിച്ചിരുന്ന വെള്ളം നമ്മൾ അതൊന്ന് മാറ്റിയിട്ട് അതിന് ശേഷമാക്കുന്നു. അത് നമ്മളെ ഡൈജഷനൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ജാപ്പനീസ് വാട്ടർ തെറാപ്പി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടി പറയുന്നു, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിന്റെ 45 മിനിറ്റ് മുമ്പേ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് 2 മണിക്കൂർ ശേഷം മാത്രമേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. ഇത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ കുറച്ച് വെള്ളം കുടിക്കണം, അതും കൂടി. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ജാപ്പനീസ് വാട്ടർ തെറാപ്പി ആയി. ഇനി ഇത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിച്ചാലോ? അത് നല്ലതല്ലേ? അതുകൊണ്ട് നമ്മൾ ജാപ്പനീസ് വാട്ടർ തെറാപ്പി കൂടി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണ്. പിന്നെ കിഡ്നി, ഹാർട്ട് സംബന്ധമായിട്ട് അസുഖമുള്ള ആൾക്കാർ, സോഡിയത്തിന്റെ ഇംബാലൻസ് ഉള്ള ആൾക്കാർ, മറ്റ് ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആൾക്കാർ, ഇവരെയൊക്കെ നമ്മൾ ഈ ഒരു ജാപ്പനീസ് വാട്ടർ തെറാപ്പിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഇവർക്കൊന്നും ഇത് സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ജാപ്പനീസ് വാട്ടർ തെറാപ്പി സജസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസേൺ ഡോക്ടറെ സമീപിക്കുക. സജഷൻ എടുത്ത ശേഷം മാത്രം ഇത്തരം തെറാപ്പികൾ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, നേരെ പോയിട്ട് 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. നമ്മുടെ ജാപ്പനീസ് വാട്ടർ തെറാപ്പിയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിലാണ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചത്. 2 ഗ്ലാസ് ആണ് കുടിച്ചത്. ഏകദേശം 500 ml വെള്ളം കുടിച്ചു. നെക്സ്റ്റ് ഒരു 20 മിനിറ്റ്സ് നമ്മൾ എക്സസൈസ് ചെയ്തു. സൂംബ തന്നെയാണ് ചെയ്തത്. 20 മിനിറ്റ് എക്സസൈസ് ചെയ്തു. അതിനുശേഷം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 2 പുഴുങ്ങിയ മുട്ട, 5 ബദാം, അതിൻ്റെ കൂടെ 2 റോബസ്റ്റ പഴം കൂടി കഴിച്ചു. പിന്നീട് 11 മണിയായപ്പോൾ അത്യാവശ്യം വിശന്നു. ഒരു ചായയും റോബസ്റ്റ പഴവും കഴിച്ചു. 1 മണിയായപ്പോൾ ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ചോറ്, ചെറുപയർ പുഴുങ്ങിയത്, അത് അല്പം വെന്തുപോയി. അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റും കൂടെ കഴിച്ചു. ഒരു റോബസ്റ്റ പഴം കൂടി കഴിക്കാനായിട്ട് എടുത്തിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം കഴിച്ചപ്പോൾ വയറ് നന്നായിട്ട് ഫില്ലായതുകൊണ്ട് റോബസ്റ്റ പഴം കഴിച്ചില്ല.
ഈവനിങ് ആയപ്പോൾ ക്യാൻറ്റീനിൽ പോയി ഒരു ലൈറ്റ് പാൽ ചായ മധുരമിടാതെ കഴിച്ചു. വൈകിട്ട് ഒരു 30 മിനിറ്റ് എക്സസൈസ് ചെയ്തു. രാത്രി 7 മണിയായപ്പോൾ ഡിന്നർ കഴിച്ചു. ഡിന്നറിന് 2 ചപ്പാത്തിയും കൂൺ കറിയും അതിൻ്റെ കൂടെ ഒരു റോബസ്റ്റ പഴവും കൂടി കഴിച്ചു. ഇത്രയൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ഡേയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ 2 ദിവസമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മധുരങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ബേക്കറി കഴിച്ചിട്ടില്ല, ഫ്രൈഡ് ഫുഡ് ഇല്ല, ജങ്ക് ഫുഡ്സ് ഇല്ല, ഇതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസ് കൂടെ ഓർത്ത് വെക്കുക. ഫസ്റ്റ് വീക്കിൽ നമ്മൾ പ്രധാനമായിട്ട് എക്സസൈസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പഴയ പോലൊക്കെ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. നമസ്കാരം.